ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനങ്ങൾ പലപ്പോഴും ചർച്ചയാവാറുണ്ട്. ഒരു ഝാൻസി റാണി, ധീര വനിത എന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രനെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ശോഭാ സുരേന്ദ്രന്റെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചമൊക്കെ ഉണ്ട് അല്ലെ. കുറച്ചുകൂടി ഒരു ആക്റ്റീവായിട്ട് അവര് പ്രവർത്തനം തുടങ്ങി എന്ന് തോന്നുന്നു. ഇപ്പോ ഇന്ന് അവർ മാധ്യമങ്ങളെ കണ്ടപ്പോ പിന്നെ ശശിധരൻ കർത്ത അടക്കം പിണറായി വിജയന്റെ മകൾ അടക്കമുള്ളവരെ മണവാളനെന്നും കല്യാണം കഴിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വളരെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിലൊരു പരിഹാസം അവരുടെ ഭാഗത്തു നിന്ന് വന്നു അല്ലെ. തീർച്ചയായിട്ടും ഒരു കഥ പോലെയാണ് അത്. ജീവിച്ചിരിക്കുന്നതോ മരിച്ചവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരു കഥ പറയുന്നത് പോലെ അവരത് പറഞ്ഞു വെച്ചു എന്നുള്ളത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് ഏറ്റവും വലിയ ഇതെന്ന് ശോഭാ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനങ്ങൾ എല്ലാവർക്കും കാണാൻ, കേരളീയ പൊതുസമൂഹം മുഴുവൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഈ ശോഭാ സുരേന്ദ്രൻ. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാലും അവർ വളരെ ശക്തമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ആരെയും പേടിയില്ല. പിണറായി വിജയനെയൊക്കെ അതിശക്തമായാണ് വിമർശിക്കുന്നത്. പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതല്ല കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒരു വ്യക്തിഹത്യ ഒന്നും നടത്തത്തില്ലെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഇൻഡയറക്റ്റായി ചില സൂചനകളിലൂടെ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ കൃഷ്ണൻ്റെയും കുചേലൻ്റെയും കഥയൊക്കെ പറഞ്ഞു. അതായത് കൃഷ്ണനെ കാണാനായി കുചേലൻ പോകുന്നു. കുചേലന് പൈസ കുറവായിരുന്നു, പൈസ ഇല്ലായിരുന്നു. കൃഷ്ണനെ കാണാൻ കുചേലനും ഭാര്യയും കൂടി പോകുന്നു. പിന്നീട് കൃഷ്ണനെ കണ്ടതിന് ശേഷം കുചേലനും വലിയ ധനികനായി മാറുന്നു. അതിനുശേഷം കൃഷ്ണനും കുചേലൻ്റെ ഭാര്യയും തമ്മിലാണ് സാമ്പത്തിക ഇടപാടുകൾ പലതും നടക്കുന്നത്. അത് പലരെയും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും, കൊള്ളേണ്ടവർക്ക് കൊള്ളും. എപ്പോഴും ശോഭാ സുരേന്ദ്രൻ അത്തരത്തിൽ പല വാർത്താ സമ്മേളനങ്ങളിൽ ഇത് പറയാറുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരുപക്ഷെ ഈ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് മുമ്പ് കേട്ടിരുന്ന ഒരു പേര് ശോഭാ സുരേന്ദ്രൻ്റേതായിരുന്നു. ശോഭാ സുരേന്ദ്രൻ അവരുടെ ഒരു ക്രൈം പുള്ളറാണ് ശരിക്കും പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ശോഭാ സുരേന്ദ്രനെ ഒരു മണ്ഡലത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ ആ മണ്ഡലം C ക്ലാസ് ആണെങ്കിൽ അത് A ക്ലാസ് ആക്കി മാറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങൽ കൊണ്ടുവന്നു, പല പല മണ്ഡലങ്ങളിൽ കൊണ്ടുവന്നു. അവിടെ എല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുന്നു എന്നുള്ളത് അവരോടുള്ള ഈ ജനങ്ങൾക്കുള്ളൊരു മതിപ്പിൻ്റെ സൂചനയാണ് അത് കാണിക്കുന്നത്. നമുക്കറിയാം BJPയിലെ സംസ്ഥാന നേതാക്കളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ ബൗദ്ധികമായ നേതാക്കൾ ഉൾപ്പെടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നിട്ടുണ്ട്. PS ശ്രീധരൻപിള്ള അടക്കം, കുമ്മനം രാജശേഖരൻ. പക്ഷേ അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സാധാരണ ജനങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും PS ശ്രീധരൻപിള്ളയൊക്കെ അത് പരാജയപ്പെട്ടു പോയത്. പക്ഷേ ഈ ശോഭാ സുരേന്ദ്രനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ക്രൗഡ് പുള്ളർമാരാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചാൽ അവിടെ ആളിനെ കൂട്ടാൻ കഴിയും. ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയായി നിന്ന് കഴിഞ്ഞാൽ അവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. അടുത്ത ഘട്ടത്തിൽ അത് ജയിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. നമുക്ക് ഈ കഴക്കൂട്ടം മണ്ഡലവും അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലൊക്കെ എടുത്ത് പരിശോധിച്ച് ശോഭാ സുരേന്ദ്രൻ നിന്നിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇവരുടെ ഈ പല ഗ്രൂപ്പ് സമവാക്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയാണ് ഇതിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ വാർത്താ സമ്മേളനത്തിൽ കൊള്ളേണ്ടവന് കൊള്ളുന്ന വിധത്തിൽ, കുറിക്ക് കൊള്ളുന്ന വിധത്തിൽ ശോഭാ സുരേന്ദ്രൻ പറയും. അത് ചില സൂചനകൾ, ചില പേരുകൾ, കൃഷ്ണനും കുചേലനും എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. പക്ഷേ അത് അറിയാവുന്നവർക്ക് കൃത്യമായി മനസ്സിലാവുകയും അത്തരത്തിൽ ഉള്ള ഇതാണ്. ഇപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെയാണ് ഇത്തരത്തിൽ മണവാളൻ എന്ന രീതിയിലൊക്കെ ശോഭാ സുരേന്ദ്രൻ അവതരിപ്പിക്കുന്നത്. അന്യക്ക് ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ശരിയാണ്, വിനു പറഞ്ഞത് എല്ലാം കറക്റ്റാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. ഇഷ്ടമെന്ന് പറയുന്നത് BJP നേതാവായതുകൊണ്ട് ഉള്ളൊരു ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു ഒരു പാർട്ടിയിലും ഇത്രയും തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ആർജവമുള്ള ഒരു ലേഡി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ഇപ്പോൾ പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതല്ല കേരളം എന്ന് പറയുമ്പോൾ ശരിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം സ്വന്തം കീശ വീർപ്പിക്കാനല്ല നോക്കേണ്ടതെന്ന് പറയാതെ പറയുകയാണ്. അത് പറയാനുള്ള ആർജവം അവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ളവരെല്ലാം പിണറായിയെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ഹോംവർക്കുകൾ നടത്തി ഓരോ വാക്കുകളും കുറിക്ക് കൊള്ളുന്ന രീതിയിൽ ആരെയാണ് ഉന്നം വയ്ക്കുന്നത് അവർക്ക് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത്.
പിന്നെ ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളെ കയ്യിലെടുക്കാനും സ്വാധീനിക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര കഴിവാണ്. ആറ്റിങ്ങൽ നിന്നപ്പോഴും ആലപ്പുഴ നിന്നപ്പോഴും പാലക്കാട് നിന്നപ്പോഴും ഒക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷെ പലപ്പോഴും തഴയപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇത്തരം നേതാക്കൾ കുറച്ചുകൂടി ഒരു പദവിയൊക്കെ കിട്ടി കുറച്ചുകൂടി മുന്നിലേക്ക് വന്നാൽ കുറച്ചുകൂടി വളർച്ച പാർട്ടിക്ക് ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ ഈ കുതികാൽ വെട്ടും കുത്തിത്തിരിപ്പും ഒക്കെ എല്ലാ പാർട്ടിയിലും ഉള്ളത് കൊണ്ട് പലപ്പോഴും അവർക്കൊന്നും മുൻനിരയിലേക്ക് എത്താൻ കഴിയില്ല. പക്ഷെ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് കൃത്യമായി പാർട്ടിയെ വളർത്താനും പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കാൻ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾക്ക് കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരെ പോലുള്ള ഒരു ശക്തയായ സ്ത്രീ സാന്നിധ്യം BJP-യിൽ ഉള്ളത് കൊണ്ടാണ് കുറെ കൂടി BJP കേരളത്തിൽ ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് തന്നെ മാധ്യമങ്ങളെ വിളിച്ച് ഇക്കാര്യങ്ങൾ പറയാൻ അവർ കാണിക്കുന്ന ധൈര്യം, നേരത്തെ ഇത്തരം ഈ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി പങ്കുവെക്കുകയും ഇപ്പോൾ ഷോൺ ജോർജ് അടക്കമുള്ളവർ അതിന്റെ പിന്നിലേക്ക് നടക്കുമ്പോഴും അതിനെ ഒരു മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടത് ശോഭാ സുരേന്ദ്രനാണ്. അപ്പൊ അവർ പറയുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്. ഇപ്പോ വീണ വിജയൻ അറസ്റ്റിലാകും എന്നുള്ള ഭയപ്പാടിലും അങ്കലാപ്പിലുമാണ് ക്ലിഫ് ഹൗസും പിണറായിയും കമലയും ഒക്കെ. അപ്പൊ ആ തരത്തിലേക്ക് വരെ എത്തിക്കാൻ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. കാരണം ചെയ്യാത്ത സേവനത്തിന് എന്തിനാണ് പണം വാങ്ങി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മുഖ്യമന്ത്രിക്ക് മകൾക്ക് ഉത്തരമില്ല. ആ ഉത്തരം തേടിയാണ് ഷോണും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായും ശോഭയുടെ വാക്കുകൾ, ശോഭയുടെ നിലപാടുകൾ അതൊക്കെ എപ്പോഴും ചർച്ചയാവുന്നത് തന്നെയാണ്. അതായത് നമുക്കറിയാം, ഇപ്പം ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വനിതാ സാന്നിധ്യം നമുക്കറിയാം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടമൊക്കെ അറിയാം, അടിയന്തരാവസ്ഥയൊക്കെ ഉള്ള കാലഘട്ടം. ഒരു ശക്തിയായ വനിതാ ഭരണാധികാരി എന്ന് പറയാം. അതിനുശേഷം സുഷമ സ്വരാജിൽ നമ്മൾ കണ്ടു വളരെ ഭയങ്കരമായി പാർലമെന്റിൽ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ തലമുണ്ടനം ചെയ്ത് പാർലമെന്റിൽ വരും എന്നൊക്കെ പറഞ്ഞു. ഒരുപക്ഷെ അന്ന് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകുമായിരുന്നു. ഈ സുഷമ സ്വരാജിൻ്റെ ഈ വാക്കുകളിലൂടെയാണ് അന്ന് സോണിയാഗാന്ധി മൻമോഹൻ സിംഗിന് ആ പ്രധാനമന്ത്രി പദം കൊടുക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ നിർമ്മലാ സീതാരാമനെ എടുത്ത് നോക്കിയാലും ശക്തമായ വനിതാ സാന്നിധ്യം. കേരളത്തെ സംബന്ധിച്ച് BJP-യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രൗഡ് പുള്ളറാണ്. ശക്തമായി പറയാനുള്ള ആർജവമുണ്ട്. ഇങ്ങനെ പറയാനുള്ള ആർജവം മറ്റു തരത്തിലും എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അഴിമതിയില്ല, മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളില്ല, എല്ലാ വിധത്തിലും നല്ല ഒരു ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ എന്തും വിളിച്ചു പറയാൻ നമുക്ക് പറ്റൂ. നമ്മളിപ്പോൾ ഒരു അഴിമതി നടത്തി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മോശപ്പെട്ട പ്രവർത്തികളിൽ ഏർപ്പെട്ടു, അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം ഒന്നും വിളിച്ചു പറയാൻ പറ്റത്തില്ല. വിളിച്ചു പറയുമ്പോൾ ഇതെല്ലാം ആൾക്കാർ പൊക്കിക്കൊണ്ട് വരും. സ്വാഭാവികമായിട്ടും അതുകൂടിയാണ് അവരുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അതിൽ കാണിക്കുന്നത്. കാരണം അവർക്ക് അഴിമതിയില്ല, അവർക്ക് യാതൊരു തരത്തിലുള്ള മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളില്ല, നല്ല രീതിയിൽ കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്ത്രീയാണ്. ഒപ്പം അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ചുമതലകൾ വളരെ ഭംഗിയായും കാര്യക്ഷമതയോടും ഊർജത്തോടും, അതായത് വളരെ കുറച്ച് സമയമാണ് അത് വിശ്രമിക്കുന്നത്. ബാക്കി ഇത്രയും സമയം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഈ ധന്യ സൂചിപ്പിച്ചതുപോലെ അവർക്ക് കേരളത്തിലെ പാർട്ടിയിൽ വേണ്ടത്ര ഉയർച്ച ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഒരു പക്ഷേ ഇവിടുത്തെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വരുമെന്ന്. പക്ഷേ ഇനി എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഏത് കാര്യവും ഇത്ര ആർജവത്തോടെ വിളിച്ചു പറയാം. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, CPM-കാർ പോലും ഈ ശോഭാ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനം യൂട്യൂബ് വഴി മൊബൈലിലിരുന്ന് കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇവരിൽ നിന്ന് പലതും അറിയാൻ കഴിയും. അത് ശോഭയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും.